അധ്യാപകർ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, മുടങ്ങാതെ എല്ലാ മാസവും വലിയ തുക ശമ്പളം വാങ്ങുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകരല്ലേ. എല്ലാ അധ്യാപകരെ അല്ല ഞങ്ങൾ കുറ്റം പറയുന്നത്, എടുത്തു പറയുന്നത് എല്ലാ അധ്യാപകരെ അല്ല. പക്ഷേ കുട്ടികളുടെ ഭാവി കൊണ്ട് അമ്മാനമാടുന്ന അധ്യാപകരോട് ഈ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് അടിവരയിട്ട് SFI പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ചുമലമഷി കൊണ്ട് വരയിടുന്ന അധ്യാപകരെ സൂക്ഷിച്ചോ, നിങ്ങളുടെ തൊട്ടുപുറയിൽ കേരളത്തിലെ SFI ഉണ്ടെന്ന് അവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാകാൻ പാടുന്നു, ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവി കൊളമാക്കാൻ പാടുന്നു. ശത്രുത ഈ രാജ്യത്ത് ലോകത്തും യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളും ഇത്ര ശത്രുത ഇല്ലല്ലോ. എന്തിനിത്ര ശത്രുത വിദ്യാർത്ഥികളോട്? എന്തിനിത്ര ശത്രുത? എന്തിനിത്ര ശത്രുതാപരമായ പേപ്പർ നോക്കുന്നത്? ഈ പണി ഇവിടുത്തെ അധ്യാപകർ അവസാനിപ്പിക്കണം. വാല്യുവേഷൻ ക്യാമ്പും അതിന് നേതൃത്വം കൊടുക്കുന്നവർ അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BA LLB 6th സെമിസ്റ്റർ പരീക്ഷ ഉൾപ്പെടെ വിവിധ വിദ്യാർത്ഥികൾ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് പേപ്പർ കാണാതാവുന്നത് ഉൾപ്പെടെ ടാഗ് ചെയ്യുന്ന സപ്ലിമെന്ററി ആൻസർ ഷീറ്റ് ഇവിടെ സ്കൂട്ടണിക്ക് നോക്കുമ്പോൾ കാണാതാകുന്നത് ഉൾപ്പെടെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. ആ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് രജിസ്ട്രാർ പറഞ്ഞിരിക്കുകയാണ്. സിൻഡിക്കേറ്റിൽ പ്രധാനപ്പെട്ട അജണ്ടയായി ഈ എക്സാം അട്ടിമറി, വാല്യുവേഷൻ അട്ടിമറി എടുക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ രജിസ്ട്രാർ ഉറപ്പ് തന്നു. ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി സർവകലാശാല അധികാരികൾ കൂടിയാണ്. അതിശക്തമായ സമരം വാല്യുവേഷനിൽ കുട്ടികളെ മനഃപൂർവ്വം തോൽപ്പിക്കുന്ന അധ്യാപകർക്കെതിരെ ഞങ്ങൾ നടത്തുകയാണ്. ഒരു ചോദ്യം VCയോട് ഞങ്ങൾ ചോദിക്കാം, ഈ സർവകലാശാലയ്ക്ക് ഓൺ ഫണ്ടിന് ഒരു പഞ്ഞവുമില്ലല്ലോ, ശമ്പളം വാങ്ങിക്കുന്നതിന് ഇവർക്കാർക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ, എന്തിനാ ഈ വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് പൈസ വാങ്ങിക്കുന്നത്? അല്ലേ? ഒരു റീവാലുവേഷൻ 820,000 രൂപ റീവാലുവേഷൻ ഫീസായി വാങ്ങിക്കുമ്പോൾ ഈ പൈസ മൊത്തം സർവകലാശാല ഒരു കൂട്ടി വെച്ചിരിക്കുക. ആർക്ക് തിന്നാനായി ഈ പൈസ ഒരു കൂട്ടി വെച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ഇവർ ഒരു കൂട്ടി വെക്കുന്നത്?